രണ്ട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടെന്ന സംഭവത്തിൽ നടുക്കുന്ന ഏറ്റുപറച്ചിലുമായി പ്രതികൾ അസ്ഥികളുമായാണ് യുവാവ് സ്റ്റേഷനിൽ എത്തിയത്. വെളിപ്പെടുത്തലിനെ തുടർന്ന് യുവാവിനെയും യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യ പ്രസവത്തിലെ കുട്ടി ഉടൻ മരിച്ചെന്ന് ഇരുവരും മൊഴി നൽകി. രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് SP പറഞ്ഞു. യുവതിയും യുവാവും തമ്മിൽ 2020 മുതൽ അടുപ്പത്തിലാണ്. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് നടുക്കുന്ന സംഭവം പുറത്തുവരുന്നത്. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു, കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിരുന്നു, അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നതെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെതല ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്തു, കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു കൊന്നു, മുഖത്ത് പൊത്തിപ്പിടിച്ചു കൊന്നു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ K. വിജയനാണ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. ലെവിൻ, എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത് എന്ന് ആലോചിച്ച് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. 2 കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ യുവാവ് സ്റ്റേഷനിൽ അസ്ഥികളുമായി എത്തി കുറ്റം ചെയ്തതായി സമ്മതിച്ചിരിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? സ്വാതി, അതിലേക്ക് വരാം. അതിനു മുൻപ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഭവിൻ്റെ വീട്ടിലാണ്. ഭവിൻ്റെ വീട്ടിൽ ഈ മൃതദേഹങ്ങൾ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലത്ത് എത്തിച്ച് പോലീസ് പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്താനുള്ള നീക്കത്തിലാണ്. ഈ സ്ഥലം, അതായത് ഭവിൻ്റെ വീട്ടിലെ പിന്നിലെ ഈ തോട്ടിലാണ് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തത്. ഇവിടെ പോലീസ് ഇപ്പോൾ ബന്ദോബസ്തിലാക്കിയിരിക്കുകയാണ്. അല്പസമയങ്ങൾക്കകം പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തും. ഈ കാണുന്ന പോലീസ് ബന്ദോബസ്താക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് തോട്ടിനുള്ളിലാണ് കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തതെന്നാണ് ഭവിൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ കേസിനെ സംബന്ധിച്ചുകൊണ്ട് അല്പം പോലീസിനെ കുഴയ്ക്കുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കൊലപാതക കേസ് അന്വേഷിക്കാനാവുകയുള്ളൂ. രണ്ടാമത്തെ കുട്ടിയാണ് മരിച്ചതെന്ന് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായിരുന്നു. ആദ്യത്തെ കുട്ടി ജനിച്ച് ഉടൻ തന്നെ പുക്കിൾക്കൊടി കഴുത്തിൽ മുറുകി മരിച്ച നിലയിലാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് അമ്മയായ അനീഷ പോലീസിന് മൊഴി നൽകിയത്. രണ്ടാമത്തെ കുട്ടിയെ കഴുത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇവരുടെ മൊഴി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൃതദേഹം ഭവിൻ്റെ നിർദ്ദേശപ്രകാരം ഇയാളെ ഏൽപ്പിക്കുകയും ഈ വീടിന് പിന്നിലെ ഈ തോട്ടിലെത്തിച്ച് മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം ഭവിനുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 2020 ഭവിനും അലീഷയും തമ്മിൽ പരിചയത്തിലാകുന്നത്. ഫേസ്ബുക്കിൽ വെച്ച് ഇരുവരും പരിചയത്തിലാകുന്നു. അതിനുശേഷം പ്രണയത്തിലേക്ക് സൗഹൃദം വഴിമാറുന്നു. അതിനുശേഷം കുട്ടികൾ ജനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 2021 ആദ്യമായി ഈ അനീഷ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. ഈ സംഭവം ഇയാൾ ഗർഭിണിയാണോ എന്നുള്ള കാര്യം നാട്ടുകാരടക്കം അറിയാൻ ഇടയുണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം മറവ് ചെയ്യുന്നത്. മരിച്ച നിലയിലാണ് കുട്ടി പുറത്തു വന്നത് എന്നുള്ളതാണ് ഈ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അലീഷ അങ്ങനെ മറവ് ചെയ്തതിൻ്റെ ശേഷം മൃതദേഹം അഴുകി അസ്ഥിയായതിനു ശേഷം ഈ അസ്ഥികൾ ഭവിൻ്റെ നിർദ്ദേശപ്രകാരം അലീഷ ഭവിനെ വീട്ടിലെത്തിച്ച് ഏൽപ്പിക്കുന്നു. അതിനുശേഷം 2024 രണ്ടാമത്തെ കുഞ്ഞിനും ജന്മം നൽകുന്നു. ഇതും ആൺകുട്ടിയായിരുന്നു. ആൺകുട്ടിയായ കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെ തന്നെ അതിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ മൃതദേഹവുമായി യുവതി സ്വന്തം സ്കൂട്ടർ ഓടിച്ച് ഭവിനെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് മൃതദേഹം കൈമാറുന്നു. ആ മൃതദേഹം ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് കുഴിച്ചിട്ടതായാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. ഇതിനൊപ്പം തന്നെ ഈ രണ്ടാമത്തെ കുട്ടിയുടെ മരണത്തിന് ശേഷം അനീഷ മറ്റൊരാളുമായി സൗഹൃദം സ്ഥാപിച്ചു എന്നുള്ളൊരു സംശയം പ്രതിക്കുണ്ടാവുന്നു. അതോടുകൂടി ഈ പ്രതി ഈ യുവതി തന്നെ വിട്ടുപോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവരും തമ്മിൽ അതേ ചൊല്ലി ഒട്ടേറെ തവണ വാക്കുതർക്കമുണ്ടാകുന്നു. പിന്നീട് ഈ അടുത്ത കാലം വരെയും അവർ തമ്മിൽ അകന്നു മാറുകയും വാക്കുതർക്കമുണ്ടാവുകയും ഇതിനെ ചൊല്ലി പലതവണകളിലായി ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയും ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. ഇരുവരും തമ്മിൽ സംസാരിച്ചപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും തന്നെ
ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞാൽ തന്നെ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഇയാൾ പറയുകയും ചെയ്തു. കടുത്ത മദ്യലഹരിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നാലെ തന്നെ ഫോൺ കട്ട് ചെയ്ത് തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? ഇക്കാര്യത്തിൽ കുടുംബക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇപ്പോൾ ലഭ്യമാണോ? സ്വാതി, നമ്മൾ അവരുടെ വീട്ടിലാണ് ഉള്ളതെങ്കിലും ഇതുവരെ അവരുടെ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. അവർക്ക് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവങ്ങൾ ബന്ധുക്കളടക്കമുള്ള അധികം ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും പോലീസ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ബന്ധുക്കളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ പ്രാഥമിക തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. നേരത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഉന്മേഷിൻ്റെ നേതൃത്വത്തിൽ ഈ അസ്ഥികൾ പരിശോധിച്ചിരുന്നു. ഇത് മനുഷ്യൻ്റെ അസ്ഥികൾ തന്നെയാണോ, കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ തന്നെയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കി അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിനു ശേഷമാണ് തുടരന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. ശാസ്ത്രീയ തെളിവെടുപ്പുകൾ, ഫോറൻസിക് DNA പരിശോധനകളടക്കം ഇനിയും നടക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ സംഭവങ്ങൾ ഇത് ഉണ്ടായ സമയങ്ങളിലെ മറ്റു വിശദാംശങ്ങളടക്കം തേടേണ്ടതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവർ രണ്ടുപേരും, ഈ യുവതിയും യുവാവും അല്ലാതെ മറ്റാർക്കൊക്കെ ഈ സംഭവങ്ങൾ അറിയാമെന്നുള്ള കാര്യത്തിൽ കൂടി ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ബന്ധുക്കൾക്ക് ഈ വിഷയങ്ങൾ അറിയാമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത് 2 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഈ ക്രൈമുകൾ നടക്കുന്നത്. ഒന്ന് വെള്ളിക്കുളങ്ങര നൂൽക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് പെൺകുട്ടിയുടെ വീട്. അവിടെ പോലീസ് ഇനി ഇവരെ രണ്ടുപേരെയും എത്തിക്കുന്നുണ്ട്. ആ പെൺകുട്ടി മൃതദേഹം മറവ് ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്തടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടം മാത്രമാണിത്. തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. നേരത്തെ റൂറൽ SP B കൃഷ്ണകുമാർ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നതാണ്. ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഈ കൊലപാതക വിവരങ്ങൾ ഇന്നലെ രാത്രിയാണ് പുറത്തു വരുന്നത്. 12:30യോടുകൂടി പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഭാവിൻ ഇത്തരം അസ്ഥി അടങ്ങിയ ഒരു പാക്കറ്റുമായി എത്തുന്നു. അതിനുശേഷം പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇന്നലെ രാത്രി തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ, പുതുക്കാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഇത് കൊലപാതകം എന്നുള്ള നിലയിലേക്ക് തന്നെ അന്വേഷണം മാറുന്നു. ഇന്ന് രാവിലെ ചാലക്കുടി DYSPയും തൃശൂർ റൂറൽ SPയും പ്രതികളെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അതിവേഗത്തിലാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകളടക്കം നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ട് നെട്ടിയ കാര്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതായത് യുവതി തെറ്റിപ്പിരിഞ്ഞു പോകുമോ എന്നുള്ളൊരു ആശങ്കയിലും ഭയത്തിലുമാണ് ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ ഇയാൾ തയ്യാറായതെന്ന് പറയുന്നു. മാത്രമല്ല, 2 കുട്ടികളുടെ അസ്ഥികൾ സൂക്ഷിച്ചത് ഉദയക്രിയ ചെയ്യാനാണെന്നുള്ള നിലയിൽ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. പക്ഷേ യുവതി ഏതെങ്കിലും ഘട്ടത്തിൽ തെറ്റിപ്പിരിഞ്ഞു പോയാൽ ഈ അസ്ഥി കഷ്ണങ്ങൾ തെളിവാക്കിക്കൊണ്ട് ഇവർക്കെതിരെ ഒരു നീക്കം നടത്താനും, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നീക്കം നടത്താനും ഇയാൾ പ്ലാൻ ചെയ്തിരുന്നതായാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും പുതുക്കാടിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ്. മൂന്നാമത് ഈ കാര്യത്തിൽ മറ്റൊരു വ്യക്തിക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഇവരുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അടക്കം മറ്റുള്ള ആളുകളെ അടക്കം അവരുടെ മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ഒരു നീക്കവും അന്വേഷണ സംഘം നടത്തി. ശരി ലെവിൻ, എന്തായാലും ഇക്കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലെവിൻ സൂചിപ്പിച്ചതുപോലെ 2 നവജാത ശിശുക്കളെയാണ് കുഴിച്ചിട്ടു എന്നുള്ള സംഭവത്തിൽ നടക്കുന്ന ഏറ്റുപറച്ചിൽ പ്രതികൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അസ്ഥികളുമായാണ് യുവാവ് സ്റ്റേഷനിൽ എത്തിയത്. കാമുകി തെറ്റിപ്പിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയത്തിൽ ഈ അസ്ഥികൾ സൂക്ഷിക്കുകയും അതിപ്പോൾ സ്റ്റേഷനിൽ എത്തിക്കുകയുമാണ് ചെയ്തത്. രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകം എന്ന് തന്നെയാണ് SP ഉറപ്പിച്ചു പറയുന്നത്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കുന്നു ഇത് എന്നുള്ളതാണ്.